ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യം എന്താ ഈ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുപോകാം. ശ്രുതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഈ സഹോദരി ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അവരുടെ PR വർക്കേഴ്സ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്നെ, എൻ്റെ കുടുംബത്തെയും സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇപ്പോൾ അറിയേണ്ടത് എനിക്ക് എത്ര ഭാര്യമാരുണ്ട്, എവിടെല്ലാം എനിക്ക് മക്കളുമാരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയേണ്ടത്. ഞാൻ അച്ചോടോ ആണോ? അപ്പം അച്ഛൻ അതിനെന്താ മറുപടി കൊടുത്ത് അതും കൂടി ഒന്ന് കേൾക്കട്ടെ. നിയമപ്രകാരമുള്ള എത്ര ഭാര്യമാരുണ്ടെങ്കിലും ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ്. നിയമപ്രകാരമായിട്ട് വല്ലൊരു സൈബർ ഇടങ്ങളിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെയോ സൈബർ ഇടങ്ങളിലുള്ള മക്കളെയോ സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഏകദേശം 300-ലധികം കുഞ്ഞുങ്ങളെ. 300 കുഞ്ഞുങ്ങളോ? അച്ഛനോ? ഹേയ്, അതായിരിക്കത്തില്ല. നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്ത് വീഡിയോ ഇടുന്ന ആരുടെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ പള്ളിയിലച്ഛൻ. അദ്ദേഹം മുലക്കച്ചയും കെട്ടി വീണ്ടും വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജീവിതത്തിൽ ഞാൻ സിംഗിളായി ജീവിക്കാൻ കാര്യം എനിക്ക് സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നതാണ് എന്റെ ജീവിതത്തിന് അഭികാമ്യം എന്ന് ബോധ്യമായ ശേഷമാണ് ഞാൻ സിംഗിളായി ജീവിക്കുന്നത്. കാരണം അവിടെ ഒരു സംതിങ് റോങ് ഉണ്ടല്ലോ. അതായത് ഇനി എൻ്റെ ജീവിതത്തിൽ അതാണ് അഭികാമ്യം എന്ന് എനിക്ക് ബോധ്യമായത് കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നല്ലേ അച്ഛൻ പറയുന്നത്. അഭികാമ്യം എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്കത് മുന്നേ ഒരനുഭവം വേണമല്ലോ. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇനി എനിക്കത് പറ്റില്ല, ഇനി എനിക്കത് വേണ്ട എന്ന് പറയണമെങ്കിൽ ഇനി എന്നുള്ള വാക്കും ബോധ്യപ്പെട്ടു എന്നുള്ള വാക്കിനും ഒരേ അർത്ഥമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അനുഭവിച്ചിട്ടുണ്ട്, ഇനി വേണ്ട എന്നാണ് അതിനർത്ഥം. അപ്പോൾ അച്ഛന് ഡിങ്കോൾഫിലും ഉണ്ടായിരുന്നു അച്ഛൻ. എൻ്റെ ഒരു സംശയമാണ്, അച്ഛൻ തന്നെയാണ് ഇട്ട് തരുന്നത്. അതിനെ പിടിച്ചാണ് നമ്മൾ ഈ ചോദിക്കുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്തെന്ന് ചോദിക്കുന്നത് എന്നല്ലല്ലോ. കേട്ടോ അച്ഛൻ, ഇതൊന്ന് കേൾക്കുകയാണെങ്കിൽ മറുപടി തരണേ. അടുത്ത വീഡിയോ കണ്ടു നോക്കാം. എനിക്ക് മക്കളുണ്ടായിരുന്നു, എനിക്ക് മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ എൻ്റെ അരികിൽ വരണം. പക്ഷെ ലീഗലായിട്ട് DNA ചെയ്ത എൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞായിരിക്കണം. പലരിൽ നിന്ന് കേട്ടറിയുന്ന വാർത്തകൾ എൻ്റെ അമ്മയെ വളരെ മുറിപ്പെടുത്തുന്നു. ഞാൻ ഏക മകനാണ് എൻ്റെ അമ്മയ്ക്ക്. പിന്നെ ഒരു വ്യക്തി നടക്കുന്ന അടുത്തത്, എനിക്കങ്ങനെ മകനുണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിൽ തെളിവ് ഉൾപ്പെടെ വരണം. അതായത് DNA ടെസ്റ്റ് നടത്തി എൻ്റെ മകനാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ DNA ടെസ്റ്റ് നടത്താനും അങ്ങനെ ബോധ്യപ്പെടുത്തി വരാനും ആരെങ്കിലും ഉണ്ടോ അച്ഛോ? അതല്ലെങ്കിൽ അച്ഛൻ പറയേണ്ടത് ഇതല്ലേ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ, വന്നു കഴിഞ്ഞ് ബാക്കി കാര്യം തീരുമാനിക്കാം എന്നല്ലേ അച്ഛൻ പറയേണ്ടത്. ഇതിപ്പോൾ DNA ടെസ്റ്റ് നടത്താനെങ്കിലും എവിടെയെങ്കിലും മരുന്നിനെങ്കിലും എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ഇല്ല. താങ്കളുടെ അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ വേദന. ഒരു കുടുംബത്തിനെ മുഴുവൻ വലിച്ചു കീറി വേദനിപ്പിച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് വേദനയില്ലേ? തൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ വേദനയും വിഷമങ്ങളും ഒക്കെ, ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലേ. പിന്നെ താനൊരു ഏക മകനായി പോയത് ഞങ്ങളെ കുറ്റമല്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അതിനൊരു നന്മയും ആ അമ്മ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം തന്നെ ധാരാളം, ഇതിനെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് ഓരോന്നർക്ക് ഓരോന്ന് ചെയ്യുന്നത്. ഓക്കെ, കുടുംബജീവിതത്തിനോട് എനിക്ക് താല്പര്യം ഇനിയില്ല. ഇനി ഒരു വിവാഹത്തിനോട് എനിക്ക് താല്പര്യമില്ല. വേണ്ട, പിന്നെ കുടുംബജീവിതത്തിലേക്ക് ഇനി താല്പര്യം ഇല്ലെന്ന്. ഞാൻ ഈ പറയുന്നത് ഇതാ കാണുന്നവരുണ്ടല്ലോ, പ്രേക്ഷകരെ നിങ്ങൾ പറയുക, എൻ്റെ ഫ്രണ്ട്സെ നിങ്ങൾ പറയുക, എൻ്റെ വീഡിയോ കാണുന്നവരെ നിങ്ങളൊരു അഭിപ്രായം ഇടുക. ഇനി എന്നുള്ള വാക്കും ബോധ്യമായി എന്നുള്ള വാക്കിനും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. കാരണം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞ കാര്യം ഇനി വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ ഇനി എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അച്ഛൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ജീവിത അനുഭവം അച്ഛനുണ്ടോ? അച്ഛന് ഉത്തരം തരണം കേട്ടാ. ഇല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ ചുരണ്ടിച്ചോണ്ടിരിക്കുന്ന കണക്ക് നമ്മളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇതിനൊരു ഉത്തരമാണ്. ഇനി എനിക്ക് കുടുംബജീവിതത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. നമ്മളൊരു സീരിയസ് മാറ്ററാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടോ. ഈ താമസിക്കുന്ന ഹട്ടിന് ചുറ്റും റോഡാണല്ലോ. ആ റോഡിലൂടെ ഒരു ചുമന്ന വാഹനം വരികയും ഒരു കാറാണ്. ആ വാഹനം വന്നിട്ട് എൻ്റെ വാതിലിൽ കൊണ്ട് നിർത്തി ഷൗട്ട് ചെയ്ത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ എന്തുവാൻ ചോദിക്കുമ്പോഴത്തേനും അവർ വണ്ടി വിട്ടങ്ങ് ഇരുട്ട് വീണിരിക്കുകയാണ്. ഒരു 7 മണി സമയമായിട്ടുണ്ട്. ഒരു ചുമന്ന വാഹനം കൊണ്ട് നിർത്തിയിട്ട് അതിൽ അച്ഛൻ പറഞ്ഞാൽ കാജാനുബാഹുക്കളായ വെല്ലുവിളിക്കുന്ന ആൾക്കാർ ഇറങ്ങി നിന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേ അങ്ങ് ഓടി ചെല്ലണ്ടേ അച്ഛൻ, എന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ഓടി അങ്ങ് ചെല്ലണ്ടായിരുന്നോ? അച്ഛാ, ഞാനൊരു സീരിയസ് മാറ്റർ പറയാം. അച്ഛൻ ഈ രേണു സുധിയുടെ പിന്നാലെ കിടന്ന് പായണ്ട. കാരണം അച്ഛന് ശത്രുക്കളെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളെ അയക്കാനുള്ള യാതൊരുവിധ കപ്പാസിറ്റിയോ അതിനുള്ള കഴിവോ ഇല്ലാത്ത വ്യക്തിയാണ് രേണു സുധിയുടെയും കുടുംബം. അപ്പോൾ അച്ഛൻ ഇത്രയും പറഞ്ഞതിൽ ആളത്ര വെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛോ. അച്ഛൻ്റെ പണി വേറെ വഴിയിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അച്ഛനൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ചിലപ്പോൾ അച്ഛൻ നേരത്തെ വെല്ലുവിളിച്ചത് തൊട്ട് DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുമായിട്ട് ആരെങ്കിലും വന്നതാണെങ്കിലോ?
ഒന്ന് ശ്രദ്ധിക്കണം. അച്ഛൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, രേണുസുതി അച്ഛൻ ഗുണ്ടകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അച്ഛൻ അത്ര വെടുപ്പൊന്നുമല്ല, അച്ഛനുള്ള പണി വേറെ വഴി വന്നുകൊണ്ടിരിക്കുക. അച്ഛൻ അതൊന്ന് ശ്രദ്ധിച്ച അച്ഛന് കൊള്ളാം. രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ എന്നെ പോലുള്ള പല ആൾക്കാരെ സമൂഹത്തിനിടയിൽ പിച്ച് ചീന്തുവാൻ വേണ്ടി എറിഞ്ഞു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അയ്യോ, അടയ്ക്കാക്കുരികളല്ലായിരുന്നോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് പിച്ച് ചീന്താൻ അങ്ങ് എറിഞ്ഞു കൊടുത്തിട്ട് പോവാൻ? എൻ്റെ അച്ഛനെ നോർത്ത് വെച്ചോ, കർമ്മഫലമാണച്ചോ, ചെയ്യുന്ന ഓരോന്നും തിരിച്ചടി പല ഭാഗത്തുനിന്ന്. ഇപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഒരു ദ്രോഹം ചെയ്താൽ ചിലപ്പോൾ ഞാനായിരിക്കില്ല പ്രതികരിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ വിഷമവും കൂടി വേറൊരാളിൽ കൊടുത്തിട്ട് ദൈവം വേറെ ആളെ ആയിരിക്കും പ്രതികരിക്കാൻ വിടുന്നത്. അച്ഛൻ വളരെ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അച്ഛനുള്ള പണി 7ന്റെ അല്ല 8ന്റെ പണി അച്ഛന് വരാൻ പോകുന്നതേ ഉള്ളൂ. അച്ഛനൊന്ന് കരുതിയിരുന്നോ? ഓക്കെ. രേണുസുതി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി നിങ്ങൾ എന്ത് ഫീൽ? രേണുസുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല, അവർ പിൻപിൽ വലിയ ശക്തിയുണ്ട്. രേണുസുതി പെൺകുട്ടിയല്ലെന്നോ? അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ വന്നിരുന്ന് ഈ പറയുന്നത്? അച്ഛനൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് പോയി ആ ഗുളി എടുത്ത് കഴിച്ചിട്ട് വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുക. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ, രേണുസുതി ഒറ്റയ്ക്കല്ല, അവളുടെ പിറകിൽ ഒരു ശക്തി ഉണ്ടെന്ന്. ഉണ്ടച്ചോ, അവളുടെ പിറകിലുള്ള ശക്തി ആരാണെന്ന് ഞാൻ പറയട്ടോ? ആരും പറയരുത്. ദൈവത്തിനെ തോപ്പിക്കാൻ പറ്റുന്ന ശക്തി വേറെ ഉണ്ടോ അച്ചോ? അവളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് എവിടെയും ഒരു താഴ്ച ഉണ്ടാവില്ല. വൈദികനായ അങ്ങയുടെ പിറകിൽ ദൈവം ഇല്ല എങ്കിൽ താങ്കളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ കൊല്ലാനി ഗുണ്ടകളും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ ആൾക്കാരും ഒക്കെ വരുന്നെങ്കിൽ തൻ്റെ പിന്നിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ലോഹയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മീഡിയയുടെ മുന്നിൽ മുലക്കച്ചം കെട്ടി വന്നെങ്കിൽ ഇരുന്നങ്ങ് പ്രസംഗിക്കുക. അങ്ങ് പ്രസംഗത്തോട് പ്രസംഗം. ഒരു വൈദികനാവുള്ള എന്ത് അർഹത യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ശത്രുക്കളെടുത്ത് വന്നാൽ അച്ഛനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അച്ഛൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഒതുങ്ങും. അതിലൊരു ദൈവികത്വം ഉണ്ട്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംസാരവും പ്രവൃത്തിയൊക്കെ. അത് കൊള്ളാച്ച കേട്ടാ. കീപ് ഇറ്റ് അപ്പ്. രേണുസുതിയുടെ സഹോദരി കഴിഞ്ഞ ദിവസം രമ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു സഹപാഠി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ US നിന്ന് എന്നെ ഫോണിൽ വിളിക്കുവാൻ പറഞ്ഞുകൊണ്ടായി. വിളിച്ച് ഏകദേശം 1 മണിക്കൂറോളം എന്നോട് എന്നെ ക്രോസ് വിസ്താരം ചെയ്യുകയുണ്ടായി. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മൊബൈലിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ്. ഈ 1 മണിക്കൂറും അച്ഛൻ അമേരിക്കയിലുള്ള ആ ഫ്രണ്ടിനോട് സംസാരിച്ച്, അപ്പോൾ താങ്കളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ബാക്കി പ്രൂഫുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാം എൻ്റെ ഫോണിൽ ഇരിക്കുന്നെന്ന്. പലരുടെ കാര്യം പറഞ്ഞു. പലതിനും എനിക്ക് തെളിവുണ്ട്. എൻ്റെ ഫോണിലെല്ലാം റെക്കോർഡിക്കാണ് തെളിവുണ്ടെന്ന്. പുറത്ത് വിടച്ചോ? ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളത് പുറത്ത് വിട്. താങ്കൾ അല്ലെങ്കിൽ തന്നെ ആ നമ്പർ കൊണ്ടുചെന്ന് താങ്കൾക്ക് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ കൊണ്ടുചെന്ന് കേസും കൊടുത്തുവിടേ. നമ്പർ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാതെ ആരെയും ഉമ്മാക്കിയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെൻ്റെ തെളിവുണ്ട്. എല്ലാത്തിനും അച്ഛൻ്റെ തെളിവുണ്ട്. എല്ലാത്തിനും അച്ഛൻ്റെ രേഖകളുണ്ട്. ആ രേഖ എവിടെയാണെന്ന് അറിയണ്ടേ? മോണ്ടേ ഇതാണ്ടേ ഈ കാണുന്നതൊക്കെയാണ് ആ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എൻ്റെ പൊന്നോ. ഒരു പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ വൈദികനും കമ്മിറ്റിയും എന്നെ ഇൻവൈറ്റ് ചെയ്യാതെ ഒരു പള്ളിയിൽ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ബിഷപ്പിന്, രേണുസുതിയുടെ ചേച്ചി എന്ന് പറഞ്ഞ രമ്യ, ഈ സ്ത്രീക്ക് എന്ത് കാര്യമാണ് ഇവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാൻ? പൊതുസമൂഹം ചർച്ച ചെയ്യണം. 2 കുഞ്ഞുങ്ങൾക്ക്, സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുത്തിട്ട് രേണുസുതിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ്. പൊതുസമൂഹം ഇത് കാണണം. പൊതുസമൂഹം ഇത് കണ്ട് ഇതിനുള്ള നടപടി പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ. ഈ അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛന് ഏതാ പള്ളി എന്ന് ആരാണ് ചോദിച്ചത്? അപ്പൊ ആ പള്ളിയിൽ ഞാനൊരു പള്ളിയിലച്ഛനാണോ എന്ന് നമ്മളടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പള്ളിയിലച്ഛനല്ല, അച്ഛൻ ബിഷപ്പാണെന്ന്. ബിഷപ്പ്. അപ്പൊ ഞാൻ പറയുന്നത് അച്ഛൻ ബിഷപ്പല്ല, അച്ഛൻ ബിഷപ്പാ. ബിഷപ്പല്ല, ബിഷപ്പ് പ്ലസ് ബിഷപ്പ്. വായിന്ന് വീഴുന്ന മൊത്തവും വിഷത്തരവാ. പിന്നെ അച്ഛനെ ഏതെങ്കിലും പള്ളിയിലോട്ട് അച്ഛനായിട്ട് എടുക്കണമെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? എന്ത് മാത്രം കണ്ടോണ്ട് അച്ഛനെ അവർ ഇൻവൈറ്റ് ചെയ്യേണ്ടുന്നത്? ഇപ്പൊ അവർക്കേ നാണക്കേടായിട്ട് ഇരിക്കുവാണ് അച്ഛനെന്ന്, ബിഷപ്പ് എന്ന് പറയുന്ന താങ്കൾ. ഈ വൈദികന്മാർക്ക് എല്ലാവർക്കും ഒരു നാണക്കേടാണ് താങ്കൾ. മനസ്സിലായ? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം രേണുസുതിയുടെ 2 മക്കൾക്കാണ് വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞു. ഈ 2 മക്കൾ മാത്രം വീടിനകത്തം ഉണ്ടാക്കിയാൽ അവരങ്ങ് തന്നെ വളരുമോ? അപ്പൊ അവരെ നോക്കാനും സംരക്ഷിക്കാനോ പരിഹരിക്കാനോ അവർക്ക് ആഹാരം കൊടുക്കാൻ ആൾക്കാരും വേണ്ടേ? അല്ല, എൻ്റെ ഒരൊറ്റ ഡൗട്ട്. താങ്കൾ ഇത്രയും കിടന്ന് ഈ രേണുസുതിക്കെതിരെ ചൊറിയേണ്ടുന്ന കാര്യം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഒരു 5 സെന്റ് സ്ഥലം ദാനം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വേറെ ആരും ഉണ്ടാകത്തില്ല, രേണുസുതിയും കൊച്ചുങ്ങളും മാത്രമേ കാണത്തുള്ളൂ എന്ന് കരുതിയാണോ അച്ഛൻ കൊടുത്തത്? അതല്ല, എള്ളുള്ള കാലം അച്ഛൻ്റെ കാൽ കീഴിൽ അടിമയായിട്ട് കിടക്കണം എന്നൊരു ധാരണയിലാണ് കൊടുത്തത്. അപ്പോൾ വീട് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ചേച്ചിക്ക് ആ വീട്ടിൽ വന്നുകൂടാന്ന് എന്താ ഇത്ര നിയമം? ഒരിടത്ത് ഒരു നിയമം. താങ്കൾ കൊടുത്തു കഴിഞ്ഞു. അവിടെ വൈദികൻ കൂടെ ആയതുകൊണ്ട് താങ്കളുടെ കടമ അവിടെ കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നന്മ ചെയ്യുന്ന എന്തിനാ? ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആണോ? അപ്പോൾ താങ്കളുടെ പ്രവൃത്തി അവിടെ കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി മാന്തി അവരുടെ വീട്ടിൽ ആര് വരുന്നു, ഏവർ വരുന്നു, എന്ത് നടക്കുന്നു എന്ന് എത്തി നോക്കേണ്ട കാര്യം അച്ഛൻ എന്തായിരിക്കുന്നു? അച്ഛൻ അവളെന്തോ കുറ്റം പറഞ്ഞു? വസ്തു കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ വസ്തു വേറെ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ? അച്ഛനെ അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനെ ചൊറിഞ്ഞു അങ്ങോട്ട് ഇല്ല. ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ലച്ചോ. അതിനി ആരായാലും ഈ മഞ്ഞച്ചേര മരുന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതച്ഛൻ കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാവം പിടിച്ച പെണ്ണിന്റെ കുടുംബത്തിന്റെ മെക്കിട്ട് കയറാൻ പോയത് കൊണ്ടാണ് അച്ഛൻ ദൈവം നേരിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പം സംഭവിക്കും. പറഞ്ഞില്ല, സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞുകൂടാ. താങ്കളുടെ വീടിന് ചുറ്റും 4
വീടിന് 4 മൂലയുണ്ട്. ആ 4 മൂലയ്ക്കായിട്ട് 10-35 ക്യാമറയും ഉണ്ട്. ആ ക്യാമറ എടുത്തിട്ട് നോക്കി അറിയത്തില്ല ആരാ വന്ന എന്താ ചെയ്യാൻ വന്നതെന്ന്. അല്ലെങ്കിൽ ബോധമില്ലാത്ത ആളാണോ താങ്കൾ? വന്ന് നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് കാറിൽ കയറി പോയെന്നൊക്കെ പറയുമ്പം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പറയച്ചു. അച്ഛൻ ഇപ്പൊ എന്താണ് വേണ്ടുന്നത്? അച്ഛോ ഒന്ന് പറ. പക്ഷേ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ജോലിക്ക് പോയിട്ട് ബാക്കി സമയം മൊത്തം സമയം ഇവിടെ വന്നിരുന്ന് ബഹളം ഉണ്ടാക്കലാണ്. ആരോട്? ഈ സാധുവായ എന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യുവാൻ. ഒന്നെനിക്ക് പോടോ. അപ്പൊ താൻ ഒന്നെനിക്ക് പോടോ. ഈ അനിയത്തിയുടെ വീട്ടിൽ ചേട്ടത്തി വന്നിരുന്ന തന്റെ കുടുംബം എങ്ങനെ തകരുന്നത്? എനിക്ക് ബലമായ സംശയമുണ്ട്. അച്ഛൻ്റെ ഇത്ര ഇന്റർവ്യൂവിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബലമായ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉദ്ദേശിച്ചത് രേണുസുതി 2 കുഞ്ഞുങ്ങൾ മാത്രമേ ആ വീട്ടിൽ കാണത്തുള്ളൂ. സത്യം പറഞ്ഞ ആ സ്ഥലം കണ്ട ഒരു ശ്മശാന മൂകത. അവിടെ ആരും ഒന്നും അത്ര പെട്ടെന്ന് വരോ എടുക്കത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെയുടെ വസ്തു ഒന്ന് വിറ്റ് കച്ചവടമായി പോകണം. അതിന് വേണ്ടിയാണ് ഒന്നാമതായിട്ട് ഇവർക്ക് ഈ സ്ഥലം കൊടുത്തത്. രണ്ടാമത് സുധിയും കൊച്ചുങ്ങളും രേണുവും കൊച്ചുങ്ങളും മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ അച്ഛനത്തെ ആളത്ര വെടുപ്പൊന്നും അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നീ വരുന്ന ഇന്റർവ്യൂന്ന് അച്ഛൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ആൾക്കാർ മൊത്തം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. തനിക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. ഇപ്പം ഈ അച്ഛനും അമ്മയും ചേട്ടത്തിയൊക്കെ ഒരു വീട്ടിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ വരുന്നതിന് എൻ്റെ ഇഷ്ടമാണ്. അതിന് അയലത്തുനിന്ന് ഒരുത്തൻ എനിക്ക് 2 സെന്റ് സ്ഥലം തന്നിട്ട് നീ ഇങ്ങനെ കിടന്നോണം, നീ ഇങ്ങനെ ജീവിക്കാവുള്ളൂ, ഇങ്ങനെ പോവുള്ളൂ, ഇങ്ങനെ വരാവുള്ളൂ എന്ന് പറഞ്ഞ് പോടാ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി പോടാ പുല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. തന്നെന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്ത് അങ്ങനെ കയറി അധികാരം കാണിക്കാൻ ഒരുത്തിനും അവകാശമില്ല. നമ്മളൊരു ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തമായില്ലേ? പിന്നെ അവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട നമ്മളാണ് തീരുമാനിക്കുന്നത്. അതായത് സ്വന്തം അനിയത്തിയും ചേട്ടത്തിയും അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നതിന് തനിക്കിത്ര എന്നെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ആളത്ര വെടുപ്പൊന്നുമല്ല. അച്ഛൻ അവിടെ വരത്തുപോക്കാൻ കണ്ടുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവർ കുടുംബമായിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയം നോക്കുന്നുണ്ട്. മാത്രമല്ല ഇച്ചിരി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതും കൊണ്ട് ഏത് സമയം സോഷ്യൽ മീഡിയക്കാർ ഇന്റർവ്യൂ എടുക്കാനും അതിനൊക്കെ വരുന്നുണ്ട്. അച്ഛൻ്റെ ഒരു പരിപാടികൾ അവിടെ നടക്കുന്നില്ല. അതാണ് സത്യം. അച്ഛന് അത്ര വെടിപ്പല്ല. അച്ഛൻ്റെ ഈ രോക്ഷത്തിനുള്ള കാര്യം ഇപ്പൊ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. രേണു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം 1 ലക്ഷം ഇന്റർവ്യൂ നടക്കും. 1 ലക്ഷം ഇന്റർവ്യൂ രേണു നടക്കും. അതിനകത്ത് മൊത്തം എന്നെ വലിച്ചു കയറും. എന്താണെന്നറിയോ? ഇന്റർവ്യൂ നടക്കണമെങ്കിൽ താൻ പോയി വലി വെച്ചോട്. താൻ അങ്ങോട്ടും ഇട്ട് കൊടുത്തതല്ല. ഇന്നാ പിച്ച് കീറുക്കാൻ പറഞ്ഞ് എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും പിച്ച് കീറു വെച്ചോ. ഇപ്പൊ നടക്കുന്നത് മൊത്തം അത് തന്നെയാണ്. കേട്ടാ? ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യരെ പേടിക്കുന്ന ഒരാളല്ല ഞാൻ. അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു മനുഷ്യന് മുമ്പ് കൈ നീട്ടി ഇങ്ങനെ ജീവിക്കുന്ന ആളല്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു വൈദികനാണ്. ബിഷപ്പും അല്ല, അങ്ങനെ അച്ഛനല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ബിഷപ്പാണെന്ന് പറയുന്നത് അതിന് യോഗ്യത. ഇങ്ങനെ ഒരു വൈദികനാവാനേ യോഗ്യത ഇല്ലാത്ത ഒരു കൂതറ സാധനം. ഒരു അങ്ങനെ അഹങ്കാരത്തോളം സംസാരം കണ്ട ഞാൻ ആരുടെയും മുന്നിൽ കൈ നീട്ടി ജീവിച്ചിട്ടില്ലെന്നും. എടോ, ഈ കൈ നീട്ടിക്കുന്നതും കൈ മടക്കിക്കുന്നതും ആരാന്നറിയാമോ? ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാ. താൻ ഇപ്പൊ ഈ അഹങ്കാരത്തോട് പറഞ്ഞില്ല, ഒരു അസുഖം വന്ന് ഒന്ന് കിടന്നാൽ പോയി. തനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇത്രയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീരാൻ. പിന്നെ തന്നെ ദൈവം വിചാരിക്കും കൈ നീട്ടിക്കണോ അതോ മുട്ടിൽ എഴയിക്കണോന്ന്. ഒരു ഇത്ര അഹങ്കാരത്തോട് കൂടി സംസാരിക്കും. ഒരു അംഗീകാരം താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവികമായിട്ടുള്ള യാതൊരുവിധ കഴിവുമില്ല. തനിക്ക് ഒരു വോയിസ് പോലും ഇല്ല ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ. വൈദികന്റെ ഈ കുപ്പായം ഇട്ടുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ യാതൊരുവിധ അർഹതയും യാതൊരുവിധ യോഗ്യതയില്ല. താൻ ഈ പറഞ്ഞില്ല, ഒരൊറ്റ നിമിഷം മതി എന്തെങ്കിലും ഒരു അസുഖം വന്ന് തീർന്നു കഴിഞ്ഞാൽ താൻ ഈ പറഞ്ഞ ഈ കൈനീട്ടല്ല, ചിലപ്പോൾ കാല് വരെ നീട്ടുന്ന അവസ്ഥ ദൈവം ഉണ്ടാക്കി തരും. അന്നേരം അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലും തനിക്ക് കൂട്ടായിട്ട് വരുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ആ നന്മയെന്ന് പറയുന്നത് താൻ ടാർഗറ്റ് ചെയ്ത് വേറെ ഉദ്ദേശത്തിലാണ് ഓരോരുത്തർക്ക് ഓരോന്നും ചെയ്യുന്നുള്ള കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അത് നടക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് താൻ ഈ കിടന്ന് കാണിക്കുകയും ചെയ്യുന്നത്. ആ നന്മയെന്ന് പറയുന്നത് പോലും ഇപ്പൊ തനിക്ക് തിന്മയായിട്ട് തന്റെ ജീവിതത്തിലോട്ട് വന്ന് ഭവിക്കത്തുള്ളൂ. താൻ കരുതിയിരുന്നോ കർമ്മ ഈസ് ബൂമറാങ്, തനിക്ക് കിട്ടാനുള്ളത്. താൻ ദൈവത്തിന് അടുത്ത് നിൽക്കുന്ന ആളെന്നല്ലേ പറഞ്ഞു. രേണുസുതി അങ്ങനെ ദൈവികയോ അല്ലെങ്കിൽ വിശ്വാസയോ ദൈവവിശ്വാസയോ ഒന്നുമല്ല, സമ്മതിച്ച്. അവളുടെ കൂടെ ദൈവത്തിന്റെ കരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവൾ ഈ രക്ഷപ്പെട്ടും ഈ ഓരോ സൈബർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രേണുസുതി പോയിക്കൊണ്ടിരിക്കുന്നത്. താൻ ദൈവത്തിന്റെ അടുത്ത് കയറിയിരുന്ന് ഉണ്ടാക്കുന്ന ആളെന്നല്ലേ പറഞ്ഞു. എന്നിട്ട് തന്നെ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ദൈവം ആളെ വിടുന്നത്? ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന്റെ ഹിതമാണല്ലോ സംഭവിക്കുന്നത്. എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിന്നിട്ട് എന്ത് പറ്റി തനിക്കിപ്പോ ഇങ്ങനെ ഒരു വിധി വരാൻ? അതും കൂടെ ആലോചിക്കും. ആർക്കെങ്കിലും ഒരു നന്മ കൊടുത്തിട്ട് ദൈവമേ ഞാൻ ഇന്നത് ചെയ്തു എന്ന് മനസ്സാലെ പറയാനുള്ളത് ഒരു സംഗതിയിലൊക്കെ കൊടുത്തിട്ട് അത് വിളിച്ചു പറഞ്ഞ് ആക്ഷേപിക്കുന്നു. നന്മയുടെയും ക്ഷമയുടെയും പാദത്തിൽ സഞ്ചരിക്കേണ്ടുന്ന ഒരു വൈദികൻ നിൽക്കുന്ന മതത്തിൽ നിന്ന് അവരെ പിടിച്ച് വേറൊരു മതത്തിൽ ചേർത്തോണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? കേട്ടല്ലോ, ഗുണം എന്താണ് എനിക്കെന്ന്. അപ്പോ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അച്ഛൻ ചെയ്യും. അച്ഛൻ ആളത്ര വെടുപ്പില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അച്ഛനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഗുണം കിട്ടുന്ന കാര്യം എന്ത് കാര്യമാണെങ്കിലും അച്ഛൻ ചെയ്യും. മനസ്സിലായാലും അച്ഛൻ തന്നെ പറയുന്നില്ലേ, നമ്മളാരും പറയുന്നില്ലല്ലോ. കേട്ടല്ലോ, അതാണ് വൈദികൻ, ബിഷപ്പ്. അപ്പൊ ഈ ചാനൽ ഇവരുടെ വീട്ടിൽ താമസമാണ്. ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടും, പേരക്കകത്ത് കയറിയ വീഡിയോ. റിതപ്പൻ മൂത്രം ഒഴിച്ചാൽ അത് വീഡിയോ. റിതപ്പൻ കൈപൊക്കിയ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത വീഡിയോ. അപ്പൊ അതാണ് അച്ഛന്റെ പ്രശ്നം. അവളെ എല്ലാരും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ അച്ഛന് പൊക്കാൻ പറ്റുന്നില്ല ഇപ്പം. അഥവാ അച്ഛൻ അങ്ങനെ പൊക്കിയ അത് വീഡിയോ ആയിട്ട് പുറത്ത് വരുമോ എന്നുള്ള ഒരു ഭയം.
അതുകൊണ്ടാണ് രേണുസുതി മക്കൾ മാത്രം അവിടെ താമസിച്ചിരുന്നാൽ മതി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. ആ മരണത്തോടു കൂടി മനുഷ്യർ അറിയാൻ തുടങ്ങി. അറിഞ്ഞു എങ്ങനെ എന്റെ കുഞ്ഞിന് ടോയ് ഇല്ല, എന്റെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല, ഞങ്ങൾക്ക് റേഷൻ കടയിൽ അരിയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത്. ഞാൻ എന്റെ മൊബൈൽ തുറന്ന് ഇതേ ഉള്ളൂ കാണാൻ. മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കാണാൻ. ഇതെല്ലാം കണ്ട് ഹൃദയത്തിൽ മനസ്സിലുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പണം അയക്കാൻ തുടങ്ങി. ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി, ടോയ്കൾ അയക്കാൻ തുടങ്ങി, ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി, നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്ന പണം അയക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് രേണുസുതി എന്ന് പറയുന്ന ആൾ ആദ്യം എവിടെ ചെന്നെത്തുന്നു? സംഘമിത്ര നാടകവേദിയിലെത്തുന്നു. ഓ അച്ഛനും തോണ്ടാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ ഇപ്പൊ നമ്മളെന്ത് ചെയ്യാനാ? അച്ഛനും തോണ്ടിരുന്നു. അച്ഛൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന തോണ്ടുവാ. അച്ഛനിരുന്ന് തോണ്ടുവാ. അമേരിക്കയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ പണം ഇങ്ങനെ ഒഴുകി വന്ന് രേണുസുതി വളരെ കോടീശ്വരിയായിട്ടു. അവസാനം അവൾ എവിടെ ചെന്നെത്തി? സംഘമിത്ര നാടക ട്രൂപ്പിൽ. എന്തൊരു ലോജിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊണ്ണ് വൈദികനെന്ന് അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ബിഷപ്പേ, ഈ ബിഷപ്പല്ല, ബിഷം പ്ലസ് പ്. ഞാൻ പറഞ്ഞില്ലേ ബിഷപ്പ്. എൻ്റെ പൊന്നു ബിഷപ്പേ, ഈ സമ്പാദ്യം കുമിഞ്ഞു കൂടുന്നവർ ചെന്ന് എത്തിക്കുന്നതാണോ നാടക ട്രൂപ്പിൽ? അത് പുതിയൊരു അറിവാണ് കേട്ടോ. സത്യസന്ധമായിട്ട് പറയാം, അതൊരു പുതിയ അറിവ് തന്നെ. ഞാനൊന്ന് എഴുതി വെച്ചോട്ടെ. എഴുതി വെച്ചിട്ടുണ്ട്. വചനം വൈദികൻ, വചനം ബിഷപ്പ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം സമ്മതിക്കണം, സത്യസന്ധമായിട്ട് ഞാൻ പറയുക വെച്ചാൽ, ഈ കുപ്പായ എടുത്തങ്ങോട്ട് ഊരിക്കളഞ്ഞാലും അച്ഛന് ജീവിക്കാൻ പറ്റും. കഥാപ്രസംഗം നടത്തി അത്ര ടാലൻ്റാണ്, അത്ര നല്ല എക്സ്പ്രഷനും നല്ല കഴിവുണ്ട് അച്ഛന് സംസാരിക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എന്ത് ശാന്തവും എന്ത് ദൈവികമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തെറ്റി. അടിപടലം തെറ്റി. എൻ്റെ പ്രവചനം തെറ്റി. അച്ഛൻ നല്ല ഒന്നാം തരം കഥാപ്രസംഗക്കാരനാണ്. പറഞ്ഞില്ല എന്തെല്ലാം ആക്ഷനും എന്തെല്ലാം ഭാവങ്ങളും ആ പറയുന്നതിനകത്തുള്ള വേരിയേഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സമാധാനിക്ക്. അച്ഛന് കുപ്പായം ഈ മുലക്കച്ചൻ കെട്ടി വന്നിരുന്നുള്ള പ്രവൃത്തി കഴിഞ്ഞാലും അച്ഛന് ജീവിക്കാം നല്ലൊരു കാഥികനായിട്ട്. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. എന്തൊരു ഭാവാഭിനയം. ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്, ഇങ്ങേർക്ക് കഥാപ്രസംഗം തന്നെയാണ് ബെറ്റർ. അങ്ങനെ നല്ലൊരു കാഥികനാ. സുധിയേട്ടാ ഞാൻ വന്നു. അച്ഛനിരുന്ന് എന്ത് തേങ്ങ അച്ഛ ഈ പറയുന്ന, അല്ല എന്ത് മാങ്ങാത്തൊലി അച്ഛ പറയുന്ന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിന്നി മറയുന്നെന്ന്. അച്ഛോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛനെന്താ ഗുളിക കഴിച്ചിട്ടില്ലായിരുന്ന? സത്യം പറയാച്ചോ. അറിഞ്ഞൂടാത്തവരടുത്ത് ഞാൻ പറയാം, അച്ഛനെ നോർമൽ അല്ല. അച്ഛൻ മെന്റലി നല്ല ഡിപ്രഷനുള്ള ആളാ. ഗുളിക കഴിക്കാതെ തീർന്നു കാണും. ഗുളിക കഴിക്കാതെ വന്നിരുന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടാ. ഒരു സംശയം വേണ്ട, നല്ല മെന്റലി ഡിപ്രഷനാണ് അച്ഛന്. അതിവിടെ തെളിവ് സഹിതം ഉണ്ടല്ലോ. ഒരു വൈദികൻ. അയ്യോ, ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം, നാടകം. അപ്പോ തൻ്റെ അമ്മ തന്നെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു എന്ന് പറയുന്നത് നാടകം. തന്നെ ആരാന്റെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞത് നാടകം. തനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ സഹായിക്കാനും ദൈവം പിന്നെ എന്നെ അങ്ങോട്ട് ഭൂമിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് നാടകം. താൻ ഇപ്പൊ ഇരുന്ന് പറയുന്നത് തനി നാടകം. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ തൻ്റെ അമ്മയ്ക്ക് നൊണ്ടാ മാത്രമേ നോവട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ ശരീരം നൊന്താലും മനസ്സ് നൊന്താലും വേദനിക്കും. മനുഷ്യരുടെ ആയാലും തൻ്റെ അമ്മയുടെ ആയാലും എൻ്റെ അമ്മയുടെ ആയാലും വേറൊരു സ്ത്രീയുടെ ആയാലും വേറൊരു കുടുംബത്തിൻ്റെ ആയാലും വേദന എന്ന് പറയുന്നത് വേദന ഒന്ന് തന്നെയാണ്. പറഞ്ഞിട്ടില്ലേ എല്ലാവരുടെയും കയ്യെടുത്ത് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ കളർ ചുവപ്പ് തന്നെയാണെന്ന്. അതുപോലെ തന്നെയാണ് വേദനയും. വേദനിക്കാനുള്ള കാരണങ്ങൾ താൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ദൈവം തന്നെ ശിക്ഷിക്കും. ആ ശിക്ഷയാണ് താൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കിക്കൂടെ? ഒരു വൈദികനായ താൻ ഇങ്ങനെയൊക്കെയുള്ള അനുഭവിക്കുന്നത് എന്തിന്? ദൈവം തരാതല്ലല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. നമുക്ക് എന്ത് നല്ലത് തന്നാലും ചെയ്തു തന്നാലും ദൈവം തന്നിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള പാത നമ്മൾ വെട്ടിത്തെളിച്ച് കൊടുത്തത് കൊണ്ടാണ് ഈ അനുഭവങ്ങൾ വരുന്നത്. ചുമ്മാ സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് വലിയ ആളാവാൻ നോക്കാതെ കുരിശ് കടുത്ത് മാറ്റാൻ പറഞ്ഞു. 2 കുരിശ് വേണ്ടാത്തോണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്. താൻ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്ന വൈദികനാണോ, അല്ല ബിഷപ്പാണോ, അതോ ഭാവാഭിനയം കാണിക്കുന്ന കലാകാരനാണോ സ്വയം ഒന്ന് ചിന്തിച്ച് വിലയിരുത്തും. നിങ്ങൾ പലരും അവിടുന്ന് പെട്ടിക്കണക്കിന് സാധനം എപ്പോഴും കൊറിയർ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ. അയ്യോ എൻ്റെ അച്ഛോ, അങ്ങനെ പെട്ടിക്കണക്ക് സാധനങ്ങൾ ഒഴുകി വരുന്നുണ്ടോ എന്ന് അച്ഛന് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അവരോട് പറ ഒരു ശവപ്പെട്ടി കൂടി അയച്ചു തരാൻ. എന്നിട്ട് ആ ശവപ്പെട്ടിക്കകത്ത് തന്നെ കയറി കിടന്ന് മൂക്കിരിച്ചിട്ട് പഞ്ഞിയും വെച്ച് ആ മറ്റേ കുരിശുണ്ടല്ലോ അടുത്ത് നെഞ്ചത്തും വെച്ച് ആ പെട്ടിക്ക് പോയി കിടന്ന് ഉറങ്ങച്ചോ. ബാക്കിയുള്ളവരെങ്കിലും ഒരു സ്വസ്ഥത സമാധാനം ആവട്ടെ. കാരണം താൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു പ്രയോജനമില്ല. തനിക്ക് കിട്ടാനുള്ള ശിക്ഷകൾ കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ ഒഴുകുന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെട്ടിക്കണക്കിന് ഒഴുകുന്നെങ്കിൽ ആ പെട്ടിയുടെ കൂടെ ഒരു ശവപ്പെട്ടിയും കൂടെ ഒഴുക്കി തരാൻ പറ. തനിക്ക് മൂക്കി പഞ്ഞിയും വെച്ച് കയറി കിടക്കാൻ. പിന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കുരിശെടുത്ത് കൈ പിടിക്കല്ലെന്ന് പറഞ്ഞു. അത് ശരിയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 കുരിശ് എന്തിന്? ഈ ഒരു കുരിശ് വേറൊരു കുരിശിനെ ചുമന്നുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു കുരിശ് മതി എന്ന് പറഞ്ഞു. അത് തന്നെ ധാരാളം. അതെന്താ നിങ്ങൾ മലയാളികൾ മനസ്സിലാക്കണം. അവർക്ക് പേടിയുണ്ട്, ശാപം വരുമെന്ന് അവർക്കറിയാം. അവർ തലയിൽ ശാപം വന്ന് വീഴുമെന്ന് അവർക്ക് പേടിയുണ്ട്. അവർക്ക് ദൈവത്തിന്റെ ശാപം ആ തലമുറകളുടെ മേൽ വരും എന്ന് അവർക്ക് പേടിയാ.
ഇപ്പോൾ ഒരു സംശയമില്ല, വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ടുണ്ട്. അച്ഛനെ ഇപ്പം കൊണ്ടുപോയാൽ അച്ഛനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാം. പിന്നെ അയാൾ ചങ്ങല കിട്ടാൽ പോലും നടക്കത്തില്ല. അത്രയ്ക്ക് ഭീകര അന്തരീക്ഷമായിരിക്കുകയാണ്. പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ട് അച്ഛൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അച്ഛൻ്റെ കുഴി അച്ഛൻ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുവാണ്. അച്ഛൻ്റെ അടുത്ത് സോറി അച്ഛനല്ലല്ലോ, ബിഷപ്പിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയും. താങ്കളുടെ വീടിൻ്റെ നാല് മൂലയ്ക്കായിട്ട് 10-35 ക്യാമറ ഇരിപ്പില്ലേ? താൻ ഇവിടെ വീടിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞിരുന്ന് പിന്നെ വായി തോന്നുന്ന കാര്യങ്ങൾ പറയാതെ ആ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തൊന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിന് തനിക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത് തന്നെ കൊല്ലാനൊക്കെ വരുന്നത് ആരാണെന്നും തന്നെ ആരാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്, DNA ടെസ്റ്റ് നടത്തി വന്ന മക്കളാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ ചതിച്ചവരുടെ കുടുംബക്കാരാണോ എന്നൊക്കെ അറിയണമെങ്കിൽ താൻ ആ CCTV കണ്ട ദൃശ്യങ്ങൾ കൊണ്ടുചെന്ന് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. തെളിവുണ്ടല്ലോ, പിന്നെ പേടിക്കുന്നതിന് വേറെ ആർക്കും പേടിയില്ല. താങ്കൾക്ക് പേടി എന്തിന്? എൻ്റെ കയ്യിൽ രേഖയുണ്ട്, കൈരേഖയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കൊടുത്തിട്ട് തന്നെ ആരാണ് വധിക്കാൻ വരുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, ചുമന്ന കാറി വന്നത്, അറ്റാക്ക് ചെയ്യാൻ വന്നതൊക്കെ കണ്ടുപിടിക്കുക. അതാണ് ചൊണ. അല്ലാതെ നേരം എടുത്ത് കുളിച്ചൊരുങ്ങി ഇന്ന് ഏത് മീഡിയക്കാർ വരും എന്ന് പറഞ്ഞ് മുലക്കച്ചയും കെട്ടി വന്നെങ്കിൽ ഇരുന്ന് മീഡിയ മുമ്പിൽ വന്നിരിക്കാനല്ല ഒരു വൈദികൻ്റെ ഒരു ബിഷപ്പിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ രേണു സുധിയെക്കാട്ടി ഫേമസ് ആയി വരുവാണല്ലോ. ഇതായിരുന്നല്ലോ തൻ്റെ ഉദ്ദേശം. സത്യം പറയല്ലോ, ഭയങ്കര പരിഹാസപാത്രമായിട്ട് താങ്കൾ മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. താൻ ഇടുന്ന വീഡിയോയുടെ അടിയിൽ പോയി കമന്റുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കണോ. തന്നെ ഒരു ബഹുമാനത്തോടൊന്ന് വിളിക്കാൻ പോലും തോന്നാത്ത വിധം വൾഗറായിക്കൊണ്ടിരിക്കുകയാണ് താനെന്ന പ്രവൃത്തി, താനും തൻ്റെ പ്രവൃത്തികളും. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് അതാണ്. ഒരാൾക്ക് നമ്മൾ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ സഹായത്തിൻ്റെ പിന്നാലെ കടിച്ചു നോക്കി അവരെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന താങ്കളെന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് വീട് വെച്ച് കൊടുത്ത ആളെ പുച്ഛിച്ച് നന്ദിയേട് കാണിച്ച്, വസ്തു കൊടുത്ത ആളെ നന്ദിയേട് കാണിച്ച്, മതിൽ കെട്ടിക്കൊടുത്തവരെ നന്ദിയേട് കാണിച്ച്, ഇതെല്ലാം തെളിവ് സഹിതമല്ലേ അവർ പറയുന്നത്. അവർ ഇമാജിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ സ്വപ്നത്തിൽ കിടന്ന് വിളിച്ചു പറയുക അല്ലല്ലോ ചെയ്തത്. വീടിന് ചോർച്ച ഉണ്ടായിരുന്നു, അത് അവർ തന്നെ ഒന്ന് പരിഹരിച്ചു കൊടുത്ത്. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നുകൊണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞാലേ അവരറിയത്തുള്ളൂ. അത് വിളിച്ച് പറയുമ്പോഴത്തേക്ക് എങ്ങനെ നന്ദികേടാവും ബിഷപ്പേ. 2 മതിൽ കെട്ടിക്കൊടുത്തു, അടിസ്ഥാനം പോലും ഇല്ലാതെ മുകളിലോട്ട് കട്ട കെട്ടി കഴിഞ്ഞ് അത് 1 വർഷം പോലും ആയില്ല. അതാണ് ഏറ്റവും വലിയ വിറ്റ്. കണ്ടല്ലോ നമ്മളെല്ലാവരും കണ്ടയാണല്ലോ ആ വീഡിയോ. ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ. മതിൽ 2ആയിട്ട് വെട്ടിപ്പൊളന്നിങ്ങനെ ഇരിക്കുക. അപ്പം അതും അങ്ങനെ ആയി എന്ന് പറയുന്നതിനകത്ത് ഈ ഒരാൾക്ക് ദാനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂറ സാധനം സെപ്റ്റിക് ടാങ്കി കിടക്കുന്ന സാധനം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ദാനം ഇന്ന് എടുത്തോന്ന് പറഞ്ഞു കൊടുത്തതിനകത്ത് ഒരു മഹത്വവും ഇല്ല. കൊടുക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടുന്നത്. ദാനം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ കൈ കൊണ്ട് കൊടുത്തിട്ട് ഈ കൈ അറിയരുതെന്നും കൂടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വൈദികർക്ക് അറിയാൻ മതി. ഇതിപ്പം ഈ കൈ കൊണ്ട് കൊടുത്തിട്ട് പലരെ ഈ കയ്യാലെ പിടിച്ച് ലോകം മൊത്തം അറിയിച്ചുകൊണ്ട് കിടക്കുക. അപ്പോൾ താനൊരു കാര്യം മനസ്സിലാക്കി, തൻ്റെ വസ്തു ഒന്നും കച്ചവടമാവാൻ പോകുന്നില്ലടോ. തന്നെ ഇതൊരു ശ്മശാന മൂകതയോ ഒരു എഴുമ്പേറ്റോ ഒരു ഐശ്വര്യം ഇല്ലാത്തൊരു വസ്തുവാണത്. അതും പട്ടിക്കാട്ട് ഏരിയ. ഞാൻ വന്ന് കണ്ടത് അത്. എനിക്കത് അവിടെ വന്ന് ആരും ഇപ്പോൾ 50,000 രൂപ സെന്റിന് കൊടുക്കുക, 25,000 രൂപയ്ക്ക് സെന്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാലും കിട്ടത്തില്ല. അതല്ലേ പിന്നെ 4 ലക്ഷം ഉലുവ വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ ആ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിനെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് തൻ്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വേറെയായിരുന്നു. അത് ഒരു പൊടി പോലും സ്വപ്നത്തിൽ പോലും നടക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് റൂട്ട് മാറ്റി പിടിച്ചത്. പിന്നെ അങ്ങനെ അവൾ രേണു സുധി അങ്ങ് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവിടെ പോയിടം തൊട്ട് പിന്നെ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അതിനകത്ത് കഴിയുവാണല്ലോ രേണു സുധി. അതുകൊണ്ട് ഇപ്പം രേണുവിൻ്റെ ചേച്ചിയെ പിടിച്ചിരിക്കുക, രമ്യയെ പിടിച്ചിരിക്കുക. അപ്പം ആരെങ്കിലും പിടിക്കണം ഫാദറിന്, ഇല്ലെങ്കിൽ ഫാദറിന് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നോ അച്ചോ എന്ന് ഒരു യോഗ്യതയും അന്തസ്സും അഭിമാനവും ആഭിജാത്യവും താങ്കൾക്കില്ല ആ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കാൻ. അതിന് തന്നെ നാണക്കേടാണ്. ആ കുപ്പായത്തിൻ്റെ വില മഹത്തരം കൂടി ഇല്ലാതാവുകയാണ് താങ്കളത് ധരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ. എന്തൊക്കെ വന്നിട്ട് ആ വീഡിയോകൾ ഇന്റർവ്യൂ കൊടുത്തിട്ട് അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ, ഒരു ബിഷപ്പ് വന്നിരുന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ താങ്കളും കൂടെ ഒന്ന് കാണണം. അപ്പോൾ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്ന്. താങ്കൾക്ക് പറ്റിയ പണി കഥാപ്രസംഗം തന്നെയാണ്. നല്ല ഭാവമുണ്ട്, നല്ല അഭിനയമുണ്ട്, നല്ല വേരിയേഷൻ, പിന്നെ ഡയലോഗ് മോഡുലേഷനുണ്ട്, നല്ല വേരിയേഷനുണ്ട്. സൂപ്പറായിട്ട് അവിടെ കത്തി ജ്വലിക്കുക, യാതൊരു സംശയമില്ല. അപ്പോൾ ഇതങ്ങോട്ട് ഊരി വയ്യ. കാരണം ഇത് ഇട്ടിട്ടിട്ട് വീണ്ടും ശാപങ്ങൾ വലിച്ച് കൂട്ടാതെ, കർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ കൂട്ടാതെ ഇത് ഊരി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നേ. പൂർണ്ണമായിട്ടും താങ്കൾ വിജയിക്കും. തേഞ്ഞൊട്ടി വരാൻ വേണ്ടി കാത്തിരിക്കും. നമുക്ക് കാണാം. കളികൾ കണ്ടു തന്നെ അറിയാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.